ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ ആത്മീയ ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുമ്പോൾ അവൻ ഊമനായിരുന്നു, അവൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അത്ഭുതം അവൻ നടത്തുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ഫരിസേയരാകട്ടെ അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് യേശുനാഥനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം ഇവിടെ സൗഖ്യപ്പെടുത്തുന്ന യേശുനാഥനെയും കുറ്റപ്പെടുത്തുന്ന ഫരിസേയരെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ക്രിസ്തുവിനെക്കുറിച്ച് ഒരു സെൻറ്റൻസ് കൂടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. മാത്രമല്ല, അവന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നുകയാണ്. അവന് ഇടയനില്ലാത്ത ആടുകളെ പോലെ തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിളവിൻ്റെ നാഥനോട് ഈ വേലക്കാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ ഗുരുക്കന്മാരെയാണ്. അപ്പോൾ ഒരു ആത്മീയ ഗുരു എന്താണ് ചെയ്യേണ്ടതെന്ന് യേശുനാഥൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് യേശുനാഥൻ സിനഗോഗ് തോറും ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ജനങ്ങളെ കാണുമ്പോൾ അവന് അനുകമ്പ തോന്നുന്നു. ഇതാണ് ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത്. യേശുനാഥൻ അത് ജീവിച്ച് കാണിക്കുന്നുണ്ട്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആത്മീയ ഗുരുക്കന്മാരായിരുന്നു ഈ ഫരിസേയരും നിയമജ്ഞരും. അവരാകട്ടെ ജനങ്ങളെ സഹായിക്കുകയോ ദൈവത്തെ മനസ്സിലാക്കുകയോ ചെയ്യാതെ ദൈവം ചെയ്യുന്ന നന്മ പ്രവൃത്തികളെ പോലും പിശാചിൻ്റെ പ്രവൃത്തികളായി എണ്ണുകയാണ്. അപ്പോൾ ജനത്തെ അവർ സഹായിക്കുന്നില്ല, മറിച്ച് നന്മകൾ കാണുമ്പോൾ അത് അംഗീകരിക്കുന്നുമില്ല, ആ നന്മ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആത്മീയ ഗുരുവിൻ്റെ അധപതനത്തെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. അതുകൊണ്ട് നല്ല ആത്മീയ ഗുരുക്കന്മാരുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ യേശുനാഥൻ ആവശ്യപ്പെടുകയാണ്. ഇത് എക്കാലത്തും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ്. ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടവർ തന്നെ കുറ്റപ്പെടുത്തുകയും തിന്മയിലേക്ക് നയിക്കുന്നവരുമായി മാറുന്നു. ഇവിടെ ആത്മീയ ഗുരു എന്ന് പറയുമ്പോൾ പുരോഹിതരെക്കുറിച്ച് മാത്രമല്ല, ഒരു കുടുംബത്തെ സംബന്ധിച്ച് അപ്പനും അമ്മയും ആ കുടുംബത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരു ക്രിസ്ത്യാനിയെ നന്മയിലേക്ക് നയിക്കേണ്ട ആത്മീയ ഗുരുക്കന്മാരാണ്. ക്രിസ്ത്യാനികളെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവനും മറ്റുള്ള മനുഷ്യരെ മുഴുവനും നന്മയിലേക്ക് നയിക്കേണ്ടവരാണ്. അപ്പോൾ നമുക്ക് അപജയം സംഭവിച്ചു പോകുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ്. നല്ല മനസ്സുള്ള മനുഷ്യരാകാൻ, ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുന്ന, കുറ്റപ്പെടുത്താതെ ഈ ലോകത്തെ സഹായിക്കുന്ന മനുഷ്യരാകാനുള്ള ഒരു ക്ഷണമാണിത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥനോട് നമുക്കും പ്രാർത്ഥിക്കാം, ക്രിസ്തുവിനെ പോലെയുള്ള ആത്മീയ ഗുരുക്കന്മാരെ ഈ ലോകത്തിന് ലഭിക്കാൻ എൻ്റെയും ആത്മീയത ക്രിസ്തുവിനെ പോലെ വിശാലമാകാനുള്ള കൃപ നൽകണമെന്ന്. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.